ശബരിമലയിൽ ഷാഫി പറമ്പിൽ MP-യെ അനാവശ്യമായി തല്ലിയതിനു ശേഷം കള്ളസ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ ആരോപിച്ചു. SP പോലും മർദ്ദനം സമ്മതിച്ച ശേഷം വാദിയെ പ്രതിയാക്കുന്ന സാഹചര്യമാണ്. നിരപരാധികളെ കൊലക്കേസ് പ്രതികളെ പിടികൂടുന്നത് പോലെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കുന്നിടത്തേക്ക് തങ്ങൾ വരുമെന്നും കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ശബരിമലയിലെ സ്വർണമോഷണ കേസിൽ പോറ്റിയെ സംരക്ഷിച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രിയും ബോർഡ് അംഗങ്ങളുമാണ്. ശരിയായി അന്വേഷിച്ചാൽ മുൻ ദേവസ്വം മന്ത്രിയും പ്രതിയാകും. 2025 വീണ്ടും പോറ്റിയെ കൊണ്ടുവന്നത് കൂട്ടുകച്ചവടം നടത്താനാണ്. രണ്ടാമത്തെ പൂശിന് ഇറങ്ങിയത് അയ്യപ്പന്റെ തങ്കവിഗ്രഹം ലക്ഷ്യമിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. KPCC പുനഃസംഘടന ദേശീയ നേതൃത്വം ആലോചിച്ച് ചെയ്തതാണ്. ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി സെക്രട്ടറി പട്ടിക വരണമെന്ന അഭിപ്രായം മാത്രമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുറത്തു കൊണ്ടുപോയി വിൽക്കുകയും അതിൻ്റെ വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കുകയും ചെയ്ത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കുന്നതിന് ദേവസ്വം മന്ത്രിമാർ നിരന്തരമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞേ മതിയാവും. ദേവസ്വം ബോർഡിൻ്റെ സംവിധാനം വേറെയാണ്. പക്ഷേ ദേവസ്വം മന്ത്രിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ദേവസ്വം വകുപ്പിന് മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. ദേവസ്വം വകുപ്പിന് പിന്നെ എന്തിനാ മന്ത്രി? നേരത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് 2025 വീണ്ടും പൂശാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. സ്വർണ്ണ ഒന്ന് പൂശിയതാണ്, 19 പൂശേൻ്റെയാണ്. 2019 പൂശിയതാണ്. മൊത്തം ദ്വാരപാലക വിഗ്രഹം വിറ്റത്. എന്നിട്ട് 40 വർഷത്തെ വാറണ്ടിയുള്ള സംഭവം 20 കൊല്ലം കഴിഞ്ഞപ്പോൾ പൂശിയിട്ട് വീണ്ടും മറ്റത് കിട്ടിയല്ല, കോള് അടിച്ച് കിട്ടിയല്ലോ 2019 വീണ്ടും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവാഭരണം കമ്മീഷണർ എഴുതിയൊരു കത്തുണ്ട്, ഇത് മദ്രാസിലേക്ക് അയക്കരുത്, ഇത് ശബരിമലയുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണമെന്ന്. എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് എഴുതി പോറ്റിയെ തന്നെ വിളിക്കണമെന്നും പറഞ്ഞു. അത് ആ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ 10 ദിവസം കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റി. കാരണം ദേവസ്വം ബോർഡിൻ്റെ സമ്മർദ്ദമാണ് വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ. കാരണം പോറ്റിയെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുകയുള്ളൂ, കൂട്ടുകച്ചവടം നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചതാണ്. നമുക്കാർക്കും അറിയില്ലല്ലോ ഈ കളവ് നടന്നത്. അപ്പോൾ അതിനി ആരും അറിയില്ല എന്ന് വിചാരിച്ച് മൂടി വെച്ച സംഭവം വീണ്ടും ഇനി അടിച്ചു മാറ്റാനുള്ളത് അവിടെ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹമാണ്. അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂശിന് ഇറങ്ങിയെന്ന് സംശയമുണ്ട് നമുക്ക്. അതുമാത്രമല്ല, ഇനി അവിടെ കഥക് പോയി, കട്ടള പോയി, ദ്വാരപാലക ശില്പം പോയി, എല്ലാം ഇനി അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം മാത്രം അവിടെ ബാക്കിയുള്ളൂ. അതുകൂടി പോയാലേ ഇപ്രാവശ്യം